ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. തേടുന്നു ഞാൻ നിൻ സന്നിധാനം, നീർത്തോടു തേടി ഓടുന്ന മാൻ പോൽ തേടുന്നു ഞാൻ നിൻ സന്നിധാനം. എൻ പ്രാണനാഥ നിന്നോടു ചേരുവാൻ, എൻ പ്രാണനാഥ നിന്നോടു ചേരുവാൻ എൻ പ്രാണൻ വാഞ്ചിച്ചു പാർത്തിടുന്നു. എന്നാഥനേ നീ മാത്രമേ എന്നാത്മാവിൻ സംഗീതമേ, എന്നാഥനേ. മലാക്കി പ്രവാചക പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, നിങ്ങളെൻ്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു. കൊള്ളാവുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ഇവിടെ ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുന്നത്. ഏറ്റവും നല്ല ഒരു കാര്യം അത് നിങ്ങൾ ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കൊള്ളാമായിരുന്നു എന്ന് ദൈവം പറയുക. അതായിരുന്നു മെച്ചം, അതായിരുന്നു നല്ലത്. എന്താ നല്ലത്, അല്ലെങ്കിൽ കൊള്ളാകുന്ന പ്രവൃത്തി എന്താണ്? നല്ല ആ പ്രവൃത്തി ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഇസ്രായേലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുക ദൈവം. എന്താ ദൈവം സംസാരിക്കുന്നത്? നിങ്ങൾ ഈ ആലയത്തിൻ്റെ വാതിലൊന്ന് അടച്ചു കളഞ്ഞായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. അപ്പോൾ ദൈവം ഇവിടെ കൊള്ളാമായിരുന്നു എന്ന് പറയുന്നത്, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽ ഒന്ന് അടച്ചു കളഞ്ഞായിരുന്നെങ്കിൽ, അങ്ങനെ ദൈവം പറയണമെങ്കിൽ ദൈവം എത്രത്തോളം ഇവരുടെ ഈ ആരാധനയിൽ അവർ വെറുതെ തീ കത്തിക്കുന്നതിൽ എന്ന് പറഞ്ഞാൽ പ്രയോജനമില്ലാത്ത ആ കാര്യം ചെയ്യുന്നത് കേട്ടും കണ്ടും മടുത്തു എന്നുള്ളതാണ്. ദൈവത്തിന് മടുപ്പ് തോന്നിയതുകൊണ്ടാണ്, അനിഷ്ടം തോന്നിയതുകൊണ്ടാണ്, താല്പര്യമില്ലാതെ വന്നതുകൊണ്ടാണ് ദൈവം പറയുന്നത് അത് കൊള്ളാമായിരുന്നു എന്ത് ചെയ്തിരുന്നെങ്കിൽ, ആ വാതിലൊന്ന് അടച്ചു കളഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അപ്പോൾ വാതിലടച്ചു കളഞ്ഞാൽ പിന്നെ ആരും ഇതിനകത്ത് വന്ന് ഇത് ചെയ്യുകയില്ലല്ലോ എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ വിഷയം എൻ്റെയും താങ്കളുടെയും ജീവിതത്തോട് ഒന്ന് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു മറുവശം, വാതിൽ അടച്ചു കളയുന്നതിന് കാരണക്കാര് അത് ഇസ്രായേലാണ്. ദൈവം ഇത് ഒന്ന് അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു എന്ന് ആഗ്രഹിക്കുമ്പോൾ, ദൈവനാമത്തിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്ഥലം, ദൈവത്തിൻ്റെ സാമീപ്യമുള്ള ആ സ്ഥലം അത് അടച്ചു കളയാൻ ദൈവം ചിന്തിക്കുന്നു എങ്കിൽ, ആഗ്രഹിക്കുന്നു എങ്കിൽ, അതിന് കാരണക്കാർ ഇസ്രായേൽ ജനമാണ്. അപ്പോൾ ഈ ജനമാണ് അടച്ചു കളയുന്നതിന് കാരണമായി തീരുന്നു. നാം വാതിലടയ്ക്കുന്നതിന് കാരണമായി തീരുന്നുണ്ടോ? ചിന്തിക്കേണ്ടതായിട്ടിരിക്കുക. വാതിലടഞ്ഞു പോകുന്നതിന് ഞാനും താങ്കളും ഒരു കാരണക്കാരനാകുന്നുണ്ടോ? ഇസ്രായേൽ ഇവിടെ ആ ഒരു വലിയ ആ തെറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്ന് പറഞ്ഞാൽ വെറുതെ തീ കത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ആലയം അടച്ചു കളയാൻ ദൈവം ആഗ്രഹിക്കുന്നത്. നാം കൂടി വന്ന് ആരാധിക്കുന്ന ദൈവസഭകളിൽ
ദൈവം ഒരുപക്ഷെ ഇതേ കാര്യം ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നാം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. പരിശോധിക്കുന്നത് അവൻ മുഖാന്തരം അല്ലെങ്കിൽ ഈ സഹോദരൻ ആ സഹോദരി മുഖാന്തരം ഈ സഭ അടഞ്ഞു പോകുന്നല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. മറിച്ച് ഞാൻ മുഖാന്തരം ദൈവം ഈ ആലയത്തെ ഒന്ന് അടച്ചു കളഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നു എങ്കിൽ അത് എൻ്റെയും താങ്കളുടെയും ജീവിതത്തിലെ കുറവുകൾ കൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. ദൈവം എത്രയോ നാളുകളായിട്ട് പല ആരാധനാ ഭവനങ്ങളും അടഞ്ഞു കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. കാരണം കൂടി വരുന്ന പലരും ദൈവത്തെ ആരാധിക്കുന്നില്ല, താല്പര്യത്തോടെ അല്ല വരുന്നത്. പല ആളുകളും പല സ്വഭാവക്കാരാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എങ്കിലും ദൈവസഭയിൽ വരുന്നതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. എന്താ? ദൈവത്തെ ആരാധിക്കുക എന്ന് മാത്രം. അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. ആരാധന സ്വീകരിക്കാൻ ദൈവം അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആരാധ്യനായ ദൈവത്തിൻ്റെ മുഖം നോക്കി ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ദൈവത്തെ ഭക്തിയോടും സ്നേഹത്തോടും ബഹുമാനത്തോടും ആദരവോടും കൂടെ ആരാധിക്കുക എന്നുള്ള വിശേഷമായ ഒരു ഉത്തരവാദിത്തമാണ് നമ്മിൽ അവിടെ നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ആരാധനാലയങ്ങളിൽ ആരാധനയ്ക്ക് പകരമായിട്ട് പല വഴക്കുകളും പിണക്കങ്ങളും പരിഭവങ്ങളും വാഗ്വാദങ്ങളും വൈരാഗ്യബുദ്ധിയും എന്തിനേറെ പറയുന്നു അടിപിടികൾ വരെയും പലപ്പോഴും പല സ്ഥലങ്ങളിലും ഉണ്ടാകുകയാണ്. അതെത്രയോ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കേണ്ടുന്നതിന് പകരം നടന്നുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ദോഷകരമായിട്ടുള്ള പല കാര്യങ്ങളാണ്. ദൈവത്തിന് കീഴടങ്ങാതെ, ദൈവസഭയ്ക്ക് കീഴടങ്ങാതെ, സഭയ്ക്കും ദൈവത്തിനും ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വിരോധമായിട്ട് കൂടിയാലോചിക്കുകയും കുഴപ്പങ്ങളുണ്ടാക്കുകയും വഴക്കുണ്ടാക്കുകയും കുറ്റം പറയുകയും ചെറിയ കാര്യങ്ങളിൽ പോലും കുറ്റം കണ്ടെത്തി അതിനെ വിമർശിച്ചും വഴക്കടിച്ചും പ്രശ്നങ്ങളുണ്ടാക്കിയും ഇതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിയിരിക്കുന്ന പല ആളുകളെയും വിശ്വാസഗോളങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഈ കാര്യം ചെയ്യുന്നതിൽ അവർക്ക് യാതൊരു ഭയവുമില്ല. അവർ ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കുറ്റം. ദൈവത്തെ ഭയപ്പെടാത്ത ഒരാൾ മനുഷ്യനെ എങ്ങനെ ഭയപ്പെടും? അപ്പോൾ ദൈവത്തെ ഭയമില്ലാതെ ഇങ്ങനെ ചെയ്തു കൂട്ടുന്ന പല പ്രവൃത്തികളും മുഖാന്തരം ദൈവം പല സഭകളെയും നോക്കി പറയുന്നു, അതിൻ്റെ വാതിലൊന്ന് അടച്ചു കളഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷം ചേർന്ന് വഴക്കുണ്ടാക്കുക, കുടുംബം ചേർന്ന് വഴക്കുണ്ടാക്കുക, എന്തെല്ലാം പ്രശ്നങ്ങളാണ്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. ആത്മീയ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പല സഭകളിലും. ആത്മീയ നടത്തിപ്പ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവാത്മാവിന് വിധേയപ്പെടാതെ മാനുഷിക ചിന്തകൾക്ക് വിധേയപ്പെട്ട് പണത്തിൻ്റെ ആ കാര്യത്തിന് പലപ്പോഴും വിധേയപ്പെട്ട് ആളുകളുടെ തന്നിഷ്ടത്തിനൊത്തവണ്ണം പല സഭകളെയും തിരിച്ചു കളഞ്ഞിരിക്കുകയാണ്. നോക്കണേ പ്രിയരെ, ദൈവം ഭരിക്കേണ്ടുന്ന ദൈവസഭകളിൽ പലപ്പോഴും മാനുഷികമായ ഭരണവും അധികാരവും കൈമിടുക്കും പലതും വന്നത് മുഖാന്തരം ദൈവം പറയുകയാണ്, അതിൻ്റെ വാതിലൊന്ന് അടച്ചു കളഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന്. ആരാധന നടക്കുന്നുണ്ട്, മിടുക്കോടുകൂടിയാണ് പലരും ചെയ്യുന്നത്. പക്ഷെ ദൈവം സ്വീകരിക്കാത്ത ആരാധനകളായി മാറും. ചില ആളുകൾ സങ്കടത്തോടെ പറയട്ടെ, സ്വന്തം സഭയിലും പ്രശ്നമുണ്ടാക്കി, മറ്റ് സഭകളിൽ പോയി പോലും പ്രശ്നങ്ങളുണ്ടാക്കി, അങ്ങനെ വഴക്കാളികളായി, പ്രശ്നക്കാരായി, സഭകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നവരായി, ദൈവദാസന്മാരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരായി,
സ്ഥലം സഭകളിൽ വഴക്കടിപ്പിക്കുന്നവരായി, ആളുകളെ തമ്മിൽ അടിപ്പിക്കുന്നവരായി, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായി, വേറെ സഭകളിൽ പോലും ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരായിട്ട് തീരുക. നോക്കണേ, സ്വന്തം സ്ഥലം സഭകളെ നശിപ്പിച്ച്, പ്രവർത്തനങ്ങളെ നശിപ്പിച്ച് അങ്ങനെ ഒരു വഴിക്കാക്കിയിട്ട് പോരാ, തൃപ്തി വരാതെ മറ്റ് സഭകളിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ദുഷ്ടമനോഭാവമുള്ള ആളുകൾ എത്രയോ. യൂദ കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ വാസ്തവത്തിൽ യൂദയ്ക്ക് യാതൊരു നാണവും താൻ ചെയ്യുന്ന തെറ്റിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അവിടെ യൂദയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നു, അവൻ അതിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ പണം മോഷ്ടിക്കുന്നവനായിരുന്നു, കർത്താവിന് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കുന്നവനായിരുന്നു, ആർത്തി കാണിക്കുന്നവനായിരുന്നു. പണത്തിൻ്റെ മേൽ വെള്ളിക്കാശിന് കർത്താവിന് ഒറ്റിക്കൊടുക്കുക. നോക്കണേ, അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഈ മനുഷ്യന് കർത്താവിനോടൊരു സ്നേഹമില്ല, ബഹുമാനമില്ല, ഭയമില്ല, ഭക്തിയില്ല. മറ്റൊരു കാര്യം, അവനൊരു നാണവുമില്ല എന്നുള്ളതാണ്. ഇങ്ങനെയാ പല ആളുകളും ഇന്നിങ്ങനെയാ, ഒരു നാണവുമില്ലാതെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഉള്ളവരെ, അങ്ങനെയുള്ള അങ്ങനെയുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സഭകളുണ്ടെങ്കിൽ ആ സഭകളെ നോക്കി ദൈവം സങ്കടത്തോടെ പറയും, ഇതിൻ്റെ വാതിൽ ഒന്നടച്ചു കളഞ്ഞിരുന്നെങ്കിൽ. നമ്മുടെ സഭകളിലൊന്നും, ദൈവസഭകളിലൊന്നും ഇങ്ങനെയൊന്നും വരാൻ ഇടവരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഒരു മാനസാന്തരം നമ്മൾക്ക് ആവശ്യമുണ്ട്, ഒരു മടങ്ങിവരവ് നമ്മൾക്ക് ആവശ്യമുണ്ട്. ഞാൻ മുഖാന്തരം ഈ സഭയിൽ, എൻ്റെ സഭയിൽ, എൻ്റെ അയൽവക്ക സഭകളിൽ ഒരു ദോഷവും വരുവാൻ ഇടവരരുതേ എന്ന പ്രാർത്ഥനയോടെ, അത് അടഞ്ഞു പോകുന്നതിന് ഞാനൊരു മുഖാന്തരമാകരുതേ എന്ന പ്രാർത്ഥനയോടെ ദൈവഭയത്തോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കാൻ കഴിഞ്ഞാൽ, പ്രിയ സഹോദര സഹോദരി, നാം പണമൊന്നും ഉണ്ടാക്കിയില്ലേലും, വലിയ വിദ്യാഭ്യാസമൊന്നും നേടിയില്ലേലും, വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചില്ലേലും, വൻ കാര്യങ്ങൾ ചെയ്തില്ലേലും, ദൈവസന്നിധിയിൽ ഭയത്തോടെ ജീവിച്ചാൽ അതാണ് ഏറ്റവും വലിയ ജീവിതം. ആ ജീവിതം നയിക്കുവാൻ എന്നെയും താങ്കളെയും ദൈവം സഹായിക്കട്ടെ. കർത്താവ് അതിനാവശ്യമായ കൃപ നൽകട്ടെ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.